السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ ഇടമുറിയാതെ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലുമെല്ലാം കൃത്യമായി പാലിച്ച് അവൻ്റെ ഇഷ്ടവും തൃപ്തിയും പ്രീതിയും സ്നേഹവും നേടിയെടുത്തുകൊണ്ട് ഈ ആയുസ് ജീവിച്ചു തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിടുന്ന പിഞ്ചുമക്കളെ സംരക്ഷിക്കുവാനും അവരെ വളർത്തിക്കൊണ്ടുവരുവാനും വേണ്ടി ഒരു സ്ഥാപനം അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ എല്ലാ റിസോഴ്സുകളും ഉപയോഗിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിന് നാന്ദി കുറിക്കുന്ന ഈ ഒരു പരിപാടി എന്നത് മതത്തിനും ജാതിക്കും വർഗത്തിനും ഭാഷക്കുമപ്പുറം മനുഷ്യനെന്ന എൻറ്റിറ്റിയെ സ്നേഹിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം സന്തോഷദായകം തന്നെയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു വചനം, ഇർഹമു മൻ ഫിൽ അർളി വയർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും.
ആകാശത്തുള്ളവന്റെ കരുണക്ക് ആവശ്യമില്ലാത്തവരായി ആരുമില്ല ദുനിയാവിൽ. അവന്റെ കരുണയുടെ കടാക്ഷം വാതിൽ തുറക്കപ്പെടാനുള്ള ഒരു വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ ചുറ്റിലുമുള്ളവരോട് കരുണ കാണിക്കുക എന്നത്. ഈ ലോകത്ത് നിഷ്കളങ്കതയെ അതിൻ്റെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ കാണാൻ കഴിയണമെങ്കിൽ ചെറിയ പൈതങ്ങളിലേക്ക് നമ്മൾ നോക്കണം. 1, 2, 3 വയസ്സുള്ള, കാലം അതിൻ്റെ കളങ്കം ഹൃദയത്തിൽ ചാർത്തിയിട്ടില്ലാത്ത പിഞ്ചു പൈതങ്ങളിലേക്ക് നമ്മൾ നോക്കണം. അവിടെ കാപട്യമില്ലാത്ത പുഞ്ചിരിയും നിഷ്കളങ്കതയും നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അതേ നിഷ്കളങ്കത നമുക്ക് കാണാൻ കഴിയുക ഇതേപോലെ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിന് പടച്ചറബ് പരിമിതി നൽകിയ, അഭിനയങ്ങളില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത, കാട്ടിക്കൂട്ടലുകളില്ലാത്ത, അല്ലാഹു മാനസികമായ പരീക്ഷണം നൽകിയ ഇത്തരം കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പടച്ചറബ് പടച്ചുവെച്ച നിഷ്കളങ്കതയെ അതിനേറ്റവും സുന്ദരമായ സൗന്ദര്യത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയും. പല രക്ഷിതാക്കളും ഇത്തരം കുട്ടികളെ സംരക്ഷിക്കുന്ന, ഇത്തരം കുട്ടികൾ കൊണ്ട് അല്ലാഹു പരീക്ഷണം നൽകിയ പല രക്ഷിതാക്കളും ആ കുട്ടികളുടെ മരണത്തിന് ശേഷം പറയുന്നതായി കേട്ടിട്ടുണ്ട്, അവളുള്ളപ്പോ എന്ത് സമാധാനായിരുന്നു. അവരെ പരിചരിച്ച്, അവരെ കൊണ്ടു നടന്ന്, അവരെ കുളിപ്പിച്ച്, അവർക്ക് വസ്ത്രം മാറ്റിക്കൊടുത്ത്, അവർക്ക് ഭക്ഷണം കൊടുത്ത്, അവരുടെ കൂടെ കളിച്ച്, അവരുടെ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ വല്ലായ്മകളും പോരായ്മകളുമെല്ലാം മറന്നു പോവുകയാണ്. മനസ്സിലേക്ക് എവിടെ നിന്നില്ലാത്തൊരു സമാധാനവും ശാന്തിയും കടന്നു വരികയാണ്. ഇത് പല രക്ഷിതാക്കളും പങ്കുവെക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ ഇത്തരം ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇടപെടുമ്പോൾ, ഇത്തരം ആളുകളുടെ എന്നല്ല, ജീവിതത്തിൽ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് നാം ഇടപെടുമ്പോൾ ആ മനുഷ്യരിൽ നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത് അവൻ പറഞ്ഞു തന്നൊരു അനുഭവം ഇപ്പോഴും മനസ്സിലുണ്ട്. ചില നാട്ടുകാർ പറഞ്ഞിട്ട് ഉൾഗ്രാമത്തിലുള്ള ഒരു ചെറ്റക്കുടിലേക്ക്, മഴവെള്ളം ചോർന്നൊലിക്കുന്ന, നേരാവണ്ണം ഫ്ലോറിംഗ് ഒന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ചെറ്റക്കുടിലേക്ക് ഒരു മനുഷ്യൻ മാത്രം, ഒരു ക്യാൻസർ രോഗി ഒറ്റക്ക് താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് കടന്നുപോയതാണ്. അദ്ദേഹത്തിന്റെ മലദ്വാരത്തിനാണ് ക്യാൻസർ ബാധിച്ചിട്ടുള്ളത്. അത് വലിയ ഭീകരമായ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചരിക്കാൻ ആരുമില്ല. അകന്ന ബന്ധുക്കൾ എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതുകൊണ്ട് തീരും അദ്ദേഹത്തിനുള്ള ആ പരിചരണം. അങ്ങനെ ഈ മനുഷ്യന്റെ അടുത്തേക്ക് ഈ ആളുകൾ എത്തിച്ചേരാണ്, ഈ യുവാക്കൾ എത്തിച്ചേരാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരമൊക്കെ തുടച്ചു വൃത്തിയാക്കി, അദ്ദേഹത്തിന്റെ വസ്ത്രം അഴിച്ച്, ആ മലദ്വാരത്തിലെ മുറിവുകളൊക്കെ ഒപ്പിയെടുത്ത് കഴുകി ഡ്രസ്സ് ചെയ്ത്, അദ്ദേഹത്തിന് വേണ്ട മരുന്നുകൾ കൊടുത്ത് ആശ്വസിപ്പിച്ച് തിരിച്ചു പോരാൻ വരുന്ന നേരത്ത് അയാൾ തിരിച്ചു വിളിച്ചിട്ട് അയാളുടെ തലയിണയുടെ അടിയിൽ നിന്ന് ഒരു കുപ്പി അയാൾ അവർക്ക് വെച്ച് നീട്ടി തിരിച്ചു കൊടുത്തു. ഈ യുവാക്കളെ ഞെട്ടിപ്പോയി, ഇതെന്താണ്? അപ്പൊ അയാള് കണ്ണീരോടെ പറഞ്ഞു, ഇത് കീടനാശിനിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെടുത്ത് കുടിക്കാൻ വേണ്ടി ഞാൻ കാത്തുവച്ചതാണ്. ഞാൻ ഈ ഭൂമിക്കൊരു ഭാരമായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഈ ലോകത്തിനൊരു ഭാരമായിക്കൊണ്ടിരിക്കുന്നു, സമൂഹത്തിനൊരു ഭാരമായിക്കൊണ്ടിരിക്കുന്നു. എന്നെ ബാധിച്ച ഈ രോഗത്തിന്റെ വേദന എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്നെ പരിചരിക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം? ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ ഉറച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിനൊരു ധൈര്യം വരുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് കുടിച്ച് അവസാനിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ എനിക്ക് നൽകിയ ഈ പരിചരണമുണ്ടല്ലോ, അതെന്റെ മനസ്സ് മാറ്റി. ഞാൻ ഇനി മരിക്കണ്ട എന്ന് തീരുമാനിച്ചു നിങ്ങളുടെ ഈ ഒരൊറ്റ പ്രവർത്തനം കാരണം. അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളുടെ കൂടെ കൊണ്ടുപോവുക, ഇനിയും നിങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടെ ഞാനിവിടെ കാത്തിരിക്കുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ചെറിയ പ്രവർത്തനങ്ങളെന്ന് നാം ചിന്തിക്കുന്ന,
ഒരു മനുഷ്യരുടെ ജീവിതത്തിലെ വളരെ തുച്ഛമായ ഒരു സമയം മാറ്റിവെച്ച ആളുകളെ ശുശ്രൂഷിക്കാൻ ആ സമയം നീക്കിവെക്കുമ്പോൾ ആ ശുശ്രൂഷയും ആ ഒരു സാന്ത്വനവും ആ ഒരു പരിഗണനയും പരിചരണവും ലഭിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അത് എത്രമാത്രം വലിയ മാറ്റമുണ്ടാക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു അനുഭവം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ട്, ഏതോ ഒരു പരിചയമൊന്നുമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത വൃദ്ധയായ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് കടന്നുപോയി അവരുടെ മാലിന്യങ്ങൾ വാരി അവരുടെ മാലിന്യങ്ങൾ വൃത്തിയാക്കി അവർക്ക് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്ന ഖലീഫ ഉമറിനെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആലോചിച്ച് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, അമീറുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ നേതാവ് എന്ന പദവി കിട്ടിയിട്ടും പേർഷ്യയും റോമിലും മുഴുവൻ അറിയപ്പെടുന്ന ഭരണാധികാരിയായി മാറിയിട്ടും ആരുമറിയാതെ ഒരു അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യജന്മത്തിന്റെ വീട്ടിലേക്ക് ഒറ്റക്ക് നടന്നുപോയി അവിടെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു മനുഷ്യന് കഴിയണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈമാൻ ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ സുന്ദരമായ വിപ്ലവത്തിന്റെ പരിണിത ഫലമാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഈ നാട്ടുകാരോടും ഈ ഒരു സ്ഥാപനത്തിന്റെ സംരംഭകരോടും അതിന്റെ നടത്തിപ്പുകാരോടും അതിന്റെ ഭാരവാഹികളോടുമെല്ലാം ആത്മാർത്ഥമായി സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ ചലനങ്ങളും അത് നിങ്ങളുടെ ചെലവഴിക്കലാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ ഏതാകട്ടെ ഓരോ ചലനങ്ങളുടെ പിന്നിലും ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രീതിയും മാത്രമാണ്. അത് മാത്രമേ അവശേഷിക്കുകയുമുള്ളൂ. ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി നാം അധ്വാനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അംഗീകാരത്തിന് പകരം തിരസ്കരണം വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നല്ല പേരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നല്ല പേര് കാലകാലം നിലനിൽക്കണമെന്നില്ല. സ്ഥാനവും മാനവുമാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്ഥാനവും മാനവും ഒന്നും എല്ലാ കാലവും നിലനിൽക്കണമെന്നില്ല. അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പ്രീതിയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അറിയുക, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല, അതൊരിക്കലും ഇല്ലാതെയായി പോകുകയില്ല. അതിന്റെ തിളക്കത്തിന് ഒരു കാലത്തും ഒരു മങ്ങൽ വരികയുമില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് സൂറത്തുൽ ദഹറിലൂടെ നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട് തഴമ്പിച്ച ആയത്ത്. അല്ലാഹു പറയാൻ, വയുത്ഇമൂന അത്ആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا ويطعمون الطعام على حبه. അവർക്ക് ആവശ്യമുണ്ടാകുമ്പോ അവർക്ക് ഇഷ്ടമുണ്ടാകുമ്പോ ജീവിതത്തിൽ ഒരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും അവർക്കുണ്ടാകുമ്പോ അവരുടെ സമ്പത്ത് അവർ ചിലവഴിക്കുകയാണ്. അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവർ ചിലവഴിക്കുകയാണ്. അവരതാ അഗതികളെയും തടവുകാരെയും അനാഥകളെയും സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷണത്തിന്റെ ആ ചിലവഴിക്കലിന്റെ ആ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അവർ പറയുന്നുമുണ്ട്. എന്താണ്? ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ നിങ്ങൾക്ക് അന്നമൂട്ടുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരമോ നന്ദി വാക്കോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പണിയെടുക്കുന്നവർ, അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി അധ്വാനിക്കുന്നവർ ഒരിക്കലും അത് പാഴായി പോകുകയില്ല. ചില മനുഷ്യരുടെ മരണത്തിന്റെ സമയത്ത് അവർ കേൾക്കുന്ന അഭിസംബോധനയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, അല്ലയോ ശാന്തിയടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, അല്ലാഹുവിലേക്ക് നീ മടങ്ങുക,
തൃപ്തനായിക്കൊണ്ട് ആ റബ്ബിനെ കുറിച്ച് തൃപ്തനായിക്കൊണ്ട് നീ മടങ്ങുക. മർദിയ, ഏതൊരു റബ്ബിന്റെ തൃപ്തിയാണോ നീ ആഗ്രഹിച്ചത്, ഏതൊരു റബ്ബിന്റെ ഇഷ്ടമാണോ നീ ആഗ്രഹിച്ചത്, ആ റബ്ബിന്റെ ഇഷ്ടം നേടിയെടുത്തവനായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് നീ യാത്രയാവുക. ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ ഇഷ്ടദാസന്മാരായ എന്റെ അടിയാന്മാരുടെ ആ വലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. എന്റെ അനുഗ്രഹത്തിന്റെ ഖേദാരമായ സ്വർഗ കവാടങ്ങൾ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അഭിസംബോധന കേൾക്കാൻ അള്ളാഹുവിന്റെ വജുഹും അള്ളാഹുവിന്റെ റിദയും നേടിയെടുക്കാൻ വേണ്ടിയാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. പ്രിയപ്പെട്ടവരെ, അതാണ് അവരവിടെ പറയുന്നത്, ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്നിട്ട് അവർ പറയുന്ന മറ്റു ചില വർത്തമാനങ്ങൾ കൂടി ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഭയപ്പെടുന്നുണ്ട്. മുഖം ചുളിഞ്ഞു പോകുന്ന, മുഖം ചൂളിപ്പോകുന്ന ആ ഒരു ഭീകരമായ ദിവസത്തെ തൊട്ട് ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനെ തൊട്ട് ഭയപ്പെടുന്നുമുണ്ട്. ആ ദിവസം ഏതാണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ കർമ്മങ്ങൾ വർത്തമാനം പറയുന്ന, അവന്റെ കർമ്മത്തിന്റെ ഏടുകൾ വർത്തമാനം പറയുന്ന, വഅന്നലിൽ ഇൻസാനി ഇല്ലാ മാ സആ വഅന്ന സൗഫ യുഹ്സുമ്മ യുറാ ثم يجزاه الجزاء الأوفى. മനുഷ്യൻ പ്രവർത്തിച്ചതല്ലാതെ അവന് കിട്ടുന്നതല്ല, ലഭിക്കുന്നതല്ല. എന്താണോ അവൻ പ്രവർത്തിച്ചത് അത് വ്യക്തമായി അവൻ കാണുന്നതാണ്, അറിയുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത്. അസ്സലാമു സഹോദരങ്ങളെ, നമ്മുടെ ഇശാ ജമാഅത്ത് നമസ്കാരം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കും. ആരും ഇവിടെ നിന്ന് ഇപ്പോൾ നമസ്കാരത്തിനായി പോകേണ്ടതില്ല എന്നുകൊണ്ട് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പാവങ്ങളെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉദ്ദേശത്തെക്കുറിച്ചും നമ്മുടെ ഹൃദയത്തിൻ്റെ സംസാരത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഞങ്ങൾ ഈ സഹായിക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് ഈ സൗകര്യം ഒരുക്കുന്നത് നാളെ വരാനിരിക്കുന്ന ഭീകരമായൊരു ദിവസത്തെ ഭയന്നുകൊണ്ടാണ്, ആ ദിവസത്തെ പേടിച്ചുകൊണ്ടാണ് എന്നൊരു മനോനില, ഒരു നിലപാട്. പ്രിയപ്പെട്ടവർ, യഥാർത്ഥത്തിൽ ആ ഒരു രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും 10 ഇരട്ടിയായിരിക്കും, ഒരു സംശയവും വേണ്ട. എല്ലാ മേഖലയിലും എന്നുള്ള പ്രശ്നം എന്താണ്?
എന്ത് പ്രവർത്തിച്ചാലും അംഗീകാരം വേണം. എന്ത് പ്രവർത്തിച്ചാലും ആളുകൾ അത് അംഗീകരിക്കണം, ആശീർവദിക്കണം, തന്നെ പുകഴ്ത്തിപ്പറയണം. തൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ്, ദാനം കൊടുക്കുന്ന ആളാണ്, സ്വതക്ക കൊടുക്കുന്ന ആളാണ്, കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, രാവും പകലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് എന്നൊക്കെയുള്ള അംഗീകാരം കിട്ടിയാൽ മാത്രം തൃപ്തി അടയുന്ന ഒരുപാട് പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ട്. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്നല്ലാതെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ മന്ന് കൊണ്ടും അദാ കൊണ്ടും എടുത്തു പറയൽ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ടും നിങ്ങളുടെ സ്വതക്കകളെ ഇല്ലാതെയാക്കി കളയരുത്, നശിപ്പിച്ചു കളയരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിയാ അന്നാസ്, ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി സമ്പത്ത് ചിലവഴിച്ചവനാണ് അവൻ. അവന്റെ സമ്പത്തിന്റെ ചിലവഴിക്കൽ, അവന്റെ സ്വതക്കയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മിനുസമുള്ള പാറപ്പുറത്തുള്ള മണ്ണിന്റെ പൊടിയെക്കുറിച്ചാണ്. ഒരു ചെറിയ മന്ദമാരുതനടിച്ചു കഴിഞ്ഞാൽ ആ പാറപ്പുറത്തുള്ള പൊടികൾ മുഴുവൻ പറന്നു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം അവന്റെ കർമ്മങ്ങളും സ്വതക്കകളുമെല്ലാം ദുർബലമായിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതായിരിക്കണം, അള്ളാഹുവിന്റെ പ്രീതിയും തൃപ്തിയും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഈ ഒരു മേഖലയിൽ, ഇത്തരം മേഖലയിൽ പ്രവർത്തിക്കാൻ മടി കാണിക്കുന്ന ആളുകൾ, എത്ര സമ്പത്ത് അള്ളാഹു കൊടുത്താലും, എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു കൊടുത്താലും ഇത്തരം സംരംഭങ്ങളിലേക്ക് ഒന്നും കൊടുക്കാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ മരണത്തിന്റെ സമയത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ജുമാ നമസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ആ ആയത്തുകൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു എത്ര സുന്ദരമായിട്ടാണ്, കൃത്യമായിട്ടാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലേക്ക് തറച്ചു കയറുന്ന രൂപത്തിൽ ആ ഒരു സംഭവത്തെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ തടുക്കാതിരിക്കട്ടെ, അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ വ്യാപൃതരാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരാണോ അത് ചെയ്യുന്നത് അവരാകുന്നു യഥാർത്ഥത്തിൽ നഷ്ടക്കാർ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت, നിങ്ങളിൽ ഒരാൾക്ക് മരണം വന്നെത്തുന്നതിന്റെ മുന്നേ, നിങ്ങൾക്ക് നിശ്ചയിച്ച അവധി വന്നെത്തുന്നതിന്റെ മുന്നേ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചു കൊള്ളുക. അങ്ങനെ മരണം വന്നെത്തിക്കഴിഞ്ഞാൽ, ആ മരണത്തിന്റെ ദൂതൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, നിങ്ങളിൽ ചില ആളുകൾ പറയുകയാണ്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, എനിക്ക് സമീപമായൊരു അവധി തരാൻ കഴിയുമോ, എനിക്കൊരു മിനിറ്റ് കൂട്ടിത്തരാൻ കഴിയുമോ, എനിക്കൊരു മണിക്കൂർ കൂട്ടിത്തരാൻ കഴിയുമോ, എനിക്കൊരു ദിവസങ്ങൾ, ഏതാനും ദിവസങ്ങൾ ഒന്ന് കൂട്ടിത്തരാൻ കഴിയുമോ? അങ്ങനെ ഒരു ദിവസമോ ഒരു മണിക്കൂറോ എനിക്ക് കൂട്ടിത്തന്നു കഴിഞ്ഞാൽ ഫഅസ്സദ്ദഖ് വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, ഞാൻ ദാനധർമ്മം അനുഷ്ഠിച്ചു കൊള്ളാം. അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി പിരിവിന് വരുമ്പോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ വരുമ്പോ, മുഖം ചുളിച്ചു കണ്ടിരുന്ന, ആട്ടിപ്പായച്ചിരുന്ന, നീരസത്തോടെ മാത്രം അത്തരം ആളുകളിലേക്ക് നോക്കിയിരുന്ന, അത്തരം സംരംഭങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നോക്കിയിരുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ മരണത്തിന്റെ മുന്നിലെത്തുമ്പോൾ അവർ പറയുകയാണ്, എനിക്കൊരു മിനിറ്റ് നീട്ടിത്തന്നാൽ. പള്ളിയിലെ വരിസംഖ്യ 100-ൽ നിന്ന് 120 ആക്കിയപ്പോ ജനറൽ ബോഡിയിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണെന്നറിയുമോ? 20 രൂപയല്ല, എന്റെ സ്വത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തരാൻ ഞാൻ തയ്യാറാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വകും മിനസ് സ്വാലിഹീൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറാനും ഞാൻ തയ്യാറാണ് എന്നാ മനുഷ്യൻ പറയുമ്പോ അവന് കിട്ടുന്ന മറുപടി എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ നിന്റെ ഭൂസ്വത്തുക്കൾ മുഴുവൻ നീ റബ്ബിന്റെ മാർഗത്തിലേക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞാലും 5 സെക്കൻഡ് പോലും കൂട്ടിക്കിട്ടുക സാധ്യമല്ല. അല്ലാഹു നിശ്ചയിച്ച അവധി വന്നെത്തിക്കഴിഞ്ഞാൽ ഇനിയുള്ള കാലം മുഴുവൻ നിസ്കാരത്തിൽ വ്യാപൃതരാകാമെന്ന് നീ പറഞ്ഞാലും 5 സെക്കൻഡ് പോലും കൂട്ടിക്കിട്ടുക സാധ്യമല്ല. അള്ളാഹുവിന്റെ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും നീട്ടിത്തരാൻ നിന്റെ സ്വാധീനങ്ങൾക്കോ പണത്തിനോ സാധ്യമല്ല. അതുകൊണ്ട്
അതുകൊണ്ട് ആ സമയം വന്നെത്തുന്നതിന്റെ മുന്നേ, ആ നേരം വന്നെത്തുന്നതിന്റെ മുന്നേ ഓരോ ആത്മാവും ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ലഅല്ലി അഅ്മലു സാലിഹാ, ഞാനൊന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ഞാനൊന്ന് സദ്വൃത്തരായ ആളുകളുടെ കൂടെ കൂടട്ടെ. ഫീമാ തറക്ത്, ഞാൻ ചെയ്യാതെ പോയ കർമ്മങ്ങളുണ്ടല്ലോ, ഞാൻ വിട്ടുകളഞ്ഞ കർമ്മങ്ങളുണ്ടല്ലോ, ഞാൻ ഗൗരവം കാണിക്കാത്ത കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളൊക്കെ, ആ അമലുകളൊക്കെ ഞാനൊന്ന് ചെയ്തോട്ടെ, ഞാനൊന്ന് പ്രവർത്തിച്ചോട്ടെ എന്ന് ഓരോ മനുഷ്യനും കേണുകരഞ്ഞു പറയുന്നൊരവസരം ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരാനുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അതവന്റെ കേവലം വർത്തമാനം മാത്രമാണ്, അതവന്റെ കേവലം ആവശ്യപ്പെടൽ മാത്രമാണ്. ബർസഖിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ആ ബർസഖിലേക്കല്ലാതെ മറ്റൊരു സ്ഥലത്തേക്കും ആ യാത്ര തിരിയാൻ പോകുന്നില്ല. ആ യാത്രക്കൊരു ബ്രേക്ക് ഇല്ല, ആ യാത്രക്കൊരു ഇടവേളയില്ല. അത് നേരെ ഈ ജീവിതത്തിന്റെ തിരശ്ശീലക്കപ്പുറത്തേക്ക് മാത്രമേ നിൽക്കുകയുള്ളൂ എന്ന് പടച്ച റബ്ബ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല വാഇദാരാണെന്നറിയുമോ? ഏറ്റവും നല്ല പ്രാസംഗകൻ, ഏറ്റവും നല്ല പ്രഭാഷകൻ, ഏറ്റവും നല്ല ഉപദേശകൻ അതാരാണെന്നറിയുമോ? അത് മരണമാണ്. അത് മരണമാണെന്ന് പടച്ച റബ്ബ് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് രണ്ടർത്ഥമുണ്ട് പ്രിയപ്പെട്ടവരെ. രണ്ട് രീതിയിലാണ് മരണം ഉപദേശകനാവുക. ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലത്താണ്, ഈ സമയത്താണ്, ശ്വാസമുള്ള കാലത്താണ്, സിരകളിലൂടെ രക്തമോടുന്ന കാലത്താണ്, ഹൃദയം ഇടിപ്പ് നിൽക്കാത്ത കാലത്താണ്, ശരീരത്തിന്റെ അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ആ സമയത്ത് മരണത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ മരണം ഏറ്റവും നല്ല ഉപദേശകനാണ്. എന്നാൽ മരണം വേറൊരു തരത്തിലും കൂടി വരാനുണ്ട്. ആ മരണം യാഥാർത്ഥ്യവുമായി വന്നു കഴിഞ്ഞാൽ ആ മരണം യാഥാർത്ഥ്യവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഉപദേശം മനസ്സിലാവാത്ത ഒരാൾ പോലും ഈ ദുനിയാവിലില്ല. പക്ഷേ ആ ഉപദേശം മനസ്സിലായത് കൊണ്ട് യാതൊരു ഫലവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുക. ചരിത്രത്തിൽ എത്രയോ അഹങ്കാരികളായ മനുഷ്യരുണ്ട്, ധിക്കാരികളായ മനുഷ്യരുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹ് നമ്രൂദിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഫിറഔനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹാമാനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഖാറൂനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നലകളിൽ പണം കൊണ്ടും അധികാരം കൊണ്ടും അതിന്റെ ഹുങ്ക് കാണിച്ച് എത്രയോ മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പതനത്തെ കുറിച്ച് പടച്ച റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ പതനത്തിന്റെ സമയത്ത് അവരെല്ലാം തൗബ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. ആ മരണം മുന്നിൽ കണ്ടപ്പോ അവരെല്ലാം മാറി ചിന്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഫിറഔനിന്റെ സംഭവം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിന്റെ മുന്നിൽ വന്നിട്ട് വലിയ രണ്ട് അത്ഭുതങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്, വലിയ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത്. ആ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കേണ്ടതിന് പകരം ഫിറഔൻ ചെയ്തത് എന്താണ്? ആ നാട്ടിൽ അതിന് സമാനമായ ചെപ്പടി വിദ്യകളിലൂടെ ജനങ്ങളുടെ കണ്ണിനെ പറ്റിക്കാൻ കഴിയുന്ന ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൃഷ്ടാന്തത്തെ അങ്ങ് പൂഴ്ത്തിക്കളയാൻ നോക്കുകയാണ്, ഇല്ലാതെയാക്കി കളയാൻ നോക്കുകയാണ്. പക്ഷേ അവിടെയും അല്ലാഹു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിന് മങ്ങലേൽപ്പിക്കാൻ കൊണ്ടുവന്നവരാരാണോ അവർ തന്നെ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ്, റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണ്. എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ മൂസ പറയുന്ന, ഈ ഹാറൂൻ പറയുന്ന രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിക്കുകയാണ്, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിക്കുകയാണെന്ന് അവിടെ വെച്ച് ഫിറഔന്റെ മുന്നിൽ വെച്ച് പറയുകയാണ്. അതുകൊണ്ടും അവന്റെ കണ്ണ് തുറന്നില്ല. ഖാല ഫിറഔനു ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും ഇന്ന ഹാദാ ലമക്റും മക്ർതുമൂഹു ഫിൽ മദീന ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. അവിടെയും ഫിറഔൻ ആലോചിച്ചത് എന്താണ്? ഈ ആളുകൾ മൂസയുമായി ചേർന്ന് ഒരു പദ്ധതി ഉണ്ടാക്കിയതാണ്, ഒരു ഗൂഢാലോചന നടത്തിയതാണ്. ഈ നാടിന്റെ ഭരണാധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവർ നടത്തിയൊരു ഗൂഢാലോചനയാണിതെന്നാണ് ആ സമയത്തും ഫിറഔൻ ആലോചിച്ചത്. പിന്നീട് എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഫർസൽനാ അലൈഹിം തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വൽ ളഫാദിഅ വദ്ദമ ആയാതിൻ മുഫസ്സലാത്ത്. എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ. തൂഫാൻ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു, വെള്ളപ്പൊക്കങ്ങൾ കൊണ്ട്, സർവനാശങ്ങൾ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. വൽ ഖുമ്മൽ പേനിനെ കൊണ്ടും ചെള്ളിനെ കൊണ്ടും അല്ലാഹു പരീക്ഷിച്ചു. വൽ ളഫാദിഅ തവളയെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. വദ്ദം രക്തം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു.
പോകുന്നിടത്തെല്ലാം വാസസ്ഥലങ്ങളിലും മുറികളിലും അതുപോലെ ഭക്ഷണം കഴിക്കുന്നിടത്തുമെല്ലാം തവളകളാൽ നിറഞ്ഞു. ജറാദ വെട്ടുകിളികളെ കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. കുടിവെള്ളം ഞൊടിയിട കൊണ്ട് രക്തമായി മാറുന്ന അത്ഭുതം കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു. ആയാത്തി മുഫസ്സലാത്ത്, അല്ലാഹുവിന്റെ ആധിപത്യത്തെ കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒട്ടനവധി അത്ഭുതങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു. ഫിർഔനെ ഉപദേശിച്ചു, ഫിർഔനെ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൻ നന്നായില്ല. ഓരോ ദൃഷ്ടാന്തങ്ങൾ കഴിയുമ്പോഴും അവന്റെ ധിക്കാരം വളർന്നു വളർന്നു വന്നു. ആ ധിക്കാരം വളർന്നു വന്ന് അവൻ അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോ അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അലാ, അന റബ്ബുക്കുമുൽ അലാ. ഈ ദൃഷ്ടാന്തങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ രാജാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവ്, എന്നെക്കാൾ വലിയ രക്ഷിതാവില്ല കേട്ടോ, എന്നെക്കാൾ വലിയ ദൈവമില്ല കേട്ടോ എന്നവൻ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അവസാനം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു പലായനത്തിന് വേണ്ടി കൽപ്പിച്ചു. ആ പലായനത്തിന് വേണ്ടി ചെങ്കടല് രണ്ട് ഭാഗമായി പടച്ച റബ്ബ് പിളർത്തി കൊടുത്തു. ആ ചെങ്കടല് രണ്ട് ഭാഗത്തും പർവ്വതങ്ങൾ പോലെ മാറി നിന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വഴിയിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുമ്പോ ആ അത്ഭുതങ്ങൾ കണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതനാകേണ്ടതിന് പകരം, അള്ളാഹിന്റെ മുന്നിൽ ഹൃദയം കീഴടക്കി വെക്കേണ്ടതിന് പകരം ഫിർഔൻ ചെയ്തതെന്താണ്? അതേ വഴിയിലൂടെ ആ പ്രവാചകനെ പിന്തുടർന്നു പോയി, ആ റസൂലിനെ പിന്തുടർന്നു പോയി, ആ മുഅ്മിനീങ്ങളെ പിന്തുടർന്നു പോയി. അവരെ വധിക്കുന്നതിന് വേണ്ടി, അവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഫിർഔൻ അവരുടെ പിന്നാലെ പോകുകയാണ്. അള്ളാഹു കൽപ്പിക്കുകയാണ്, കടലിനോട് നീ പൂർവ്വരൂപത്തിലാവുക. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയി കഴിഞ്ഞ വഴികളിൽ കടലതാ പൂർവ്വരൂപത്തിലാവുകയാണ്. ഫിർഔൻ അതാ മുങ്ങിത്താവാൻ തുടങ്ങുകയാണ്. ചെങ്കടലിന്റെ തിരമാലകൾ ഫിർഔന്റെ തലക്ക് മുകളിലൂടെ അങ്ങനെ മൂടിക്കളയുകയാണ്. ആ സമയത്ത് ഫിർഔൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ. മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ലോകങ്ങളുടെ രക്ഷിതാവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ വിശ്വസിക്കാത്ത ഫിർഔൻ, എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ തെളിഞ്ഞു വന്നപ്പോഴും വിശ്വസിക്കാത്ത ഫിർഔൻ, മരണം മുന്നിൽ കണ്ടപ്പോ, മരണത്തെ മുഖാമുഖം കണ്ടപ്പോ ഫിർഔനതാ വിശ്വസിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ ഹാറൂനിന്റെയും മൂസയുടെയും രക്ഷിതാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. അള്ളാഹു തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഫിർഔനെ, ഇപ്പോഴാണോ നിനക്ക് ബോധം വന്നത്? ഇപ്പോഴാണോ നിനക്ക് നേരം വെളുത്തത്? ഇപ്പോഴാണോ നിനക്ക് തിരിച്ചറിവുണ്ടായത്? എത്ര ധിക്കാരിയായിരുന്നു നീ, എത്ര അനുസരണം കെട്ടവരായിരുന്നു നീ, എത്ര അഹങ്കാരിയായിരുന്നു നീ. ഈ ദുനിയാവിൽ ഫസാദ് ഉണ്ടാക്കാനല്ല ഇന്ന് വരെ നീ ശ്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇന്നേ ദിവസം നീ കടലിൽ കിടന്ന് മരിക്കുന്നതാണ്. നിന്റെ ജീവൻ, നിന്റെ അവസരം ഇവിടെ അവസാനിച്ചു ഫിർഔൻ. നിന്റെ അവസരം ഇവിടെ തീരുകയാണ്, നീ അവസരമില്ല. എന്നാൽ ഈ കടലിന്റെ പുറത്തേക്ക് നിന്റെ ഡെഡ് ബോഡിയെ ഞാൻ എടുത്തെറിയുന്നതാണ്, നിന്റെ മയ്യത്തിനെ ഞാൻ എടുത്തെറിയുന്നതാണ്. അതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? ലിതകൂന ലിമൻ ഖൽഫക ആയ. നിന്നെ ആരാധിക്കുന്നവർ ഈ കടൽക്കരയിലുണ്ട്, നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നവരിൽ കടൽക്കരയിലുണ്ട്. അന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് നിങ്ങളുടെ ഉന്നതനായ രക്ഷിതാവെന്ന് പറഞ്ഞപ്പോ ആ വാക്കുകൾ അംഗീകരിച്ചുകൊണ്ട് ആ വാക്കുകളെ അന്ധമായി അനുകരിച്ച ആളുകൾ കടൽക്കരയിൽ നിന്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർ വിചാരിക്കുകയാണ്, നീ ഒരിക്കലും മരണപ്പെടുകയില്ല, നീ അജയ്യനാണ്, നിനക്കെന്തോ അമാനുഷികമായ ശക്തികളുണ്ടെന്നൊക്കെ അവർ വിശ്വസിക്കുകയാണ്. അവരുടെ മുന്നിലേക്ക് ഞാനിതാ നിന്റെ ശരീരത്തെ വലിച്ചിട്ടെറിഞ്ഞു കൊടുക്കാൻ പോകുകയാണ്. മൂക്കത്തൊരീച്ച വന്നിരുന്നാൽ പോലും തട്ടിക്കളയാൻ പറ്റാത്ത രൂപത്തിൽ, ഛേദനയേറ്റ രൂപത്തിൽ, ഹൃദയമിടിപ്പില്ലാത്ത രൂപത്തിൽ, കൈകാലുകളനങ്ങാത്ത രൂപത്തിൽ, തണുത്തു വിറച്ച രീതിയിൽ ഈ ചെങ്കടലിന്റെ തിരമാലകൾ അതിന്റെ തീരത്തേക്ക് നിന്റെ മയ്യത്തിനെ തുപ്പിക്കളയുന്നതാണ്. ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിൻഗാമികൾക്ക്, നിന്റെ അനുയായികൾക്ക് ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി രാജാധികാരം മുഴുവൻ, അനശ്വരത മുഴുവൻ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണെന്നുള്ള അറിവ് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ മയ്യത്തിനെ ഞാൻ ഈ ചെങ്കടലിന്റെ കരയിലേക്ക് എത്തിക്കുന്നതാണ്. എന്നിട്ട് ആ വാക്കിന്റെ ആ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറയുന്നു, വഇന്ന കതീറൻ മിനന്നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. മനുഷ്യ
മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് അശ്രദ്ധരാണ്, നമ്മുടെ ദൃഷ്ടാന്തത്തെ തൊട്ട് ശ്രദ്ധിക്കാത്തവരാണ്. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, മരണമാണ് ഏറ്റവും നല്ല വാഇദ് എന്ന് പറയുമ്പോ, മരണമാണ് ഏറ്റവും നല്ല ഉപദേശകൻ എന്ന് പറയുമ്പോ, രണ്ടർത്ഥത്തിൽ അതിനെ നമുക്ക് കാണാൻ കഴിയും. മരണം കൊണ്ടറിയാം, അല്ലെങ്കിൽ നമുക്ക് കേട്ടറിയാം. കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ ആ മരണം നല്ല ഉപദേശകനാണ്. കൊണ്ടറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് നമ്മെ നമ്മുടെ സർവനാശത്തിലേക്കാണ് എത്തിക്കുക എന്ന് നാം തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണത്തിന് ശേഷമുള്ള സുന്ദരമായൊരു ജീവിതത്തിന് വേണ്ടിയാണ് നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ആ മരണത്തിന്റെ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് നമ്മെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ആ സുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയാകുന്നതിന് വേണ്ടിയാണ് നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ഖബറിലെ ജീവിതം കഴിഞ്ഞ്, ബർസഖിലെ ജീവിതം കഴിഞ്ഞ്, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നാം മണ്ണായി നുരമ്പിച്ചു പോയ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ, ആ കോടതിയിൽ പ്രിയപ്പെട്ടവരെ എത്രയോ പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാനുണ്ട്, എത്രയോ പ്രയാസങ്ങൾ നമുക്ക് തരണം ചെയ്യാനുണ്ട്. ആ പ്രയാസങ്ങൾ തരണം ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഈ ജീവിതം മാത്രമാണ് പ്രിയപ്പെട്ടവരെ, തുച്ഛമായ ഈ ജീവിതം മാത്രമാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. മരണമാകുന്ന ജീവിതമാകുന്ന ഈ പരീക്ഷാ ഹാൾ ഉണ്ടല്ലോ, ആ പരീക്ഷാ ഹാളിൽ നാം എഴുതുന്ന നന്മ കൊണ്ട് നാം എഴുതുന്ന, മനുഷ്യത്വം കൊണ്ട് നാം എഴുതുന്ന, കാരുണ്യം കൊണ്ട് നാം എഴുതുന്ന, ശാന്തി കൊണ്ട് നാം എഴുതുന്ന, സമാധാനം കൊണ്ട് നാം എഴുതുന്ന, ദീനാനുകമ്പ കൊണ്ട് നാം എഴുതുന്ന, ആർദ്രഹൃദയം കൊണ്ട് നാം എഴുതുന്ന, സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം എഴുതുന്ന ഉത്തരങ്ങളുണ്ടല്ലോ, ആ ഉത്തരങ്ങൾ പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ഹശ്റിന്റെ മൈതാനിയിൽ വെച്ച് നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറയുന്നുണ്ട്, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എല്ലാ മനുഷ്യരുടെയും ശകുനത്തെ അവന്റെ പിരടിയിൽ ഞാൻ ധരിപ്പിച്ചിട്ടുണ്ട്. ആ ശകുനത്തെ ഞാൻ അന്ത്യനാളിൽ പുറത്തെടുക്കുന്നതാണ്. നൃത്തത്തിന്റെ നാളിൽ, ഖിയാമത്ത് നാളിൽ ഞാൻ പുറത്തേക്ക് എടുക്കുന്നതാണ്. എന്നിട്ട് തുറക്കപ്പെട്ട പുസ്തകമായി അവന്റെ ശകുനത്തെ, അവന്റെ കർമ്മങ്ങളുടെ, അവന്റെ പ്രവർത്തനങ്ങളുടെ ഏടിനെ അവന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ്, ഇഖ്റ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നീ നിന്റെ ഗ്രന്ഥം വായിച്ചു നോക്കുക. നിന്റെ ന്യായാധിപൻ നീ തന്നെയാണ്, നിന്നെ വിസ്തരിക്കുന്ന വക്കീല് നീ തന്നെയാണ്, നിന്റെ വിധി നിർണ്ണയിക്കുന്ന ന്യായാധിപൻ നീ തന്നെയാണ്, നിന്റെ വിധി നിർണ്ണയിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന നിന്റെ കയ്യിലുള്ള ആ പുസ്തകമാണെന്ന് പടച്ചറബെന്ന് നമ്മോട് പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ. വവുദിഅൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. കിതാബ് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഗ്രന്ഥം വെക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ, അന്ന് കുറ്റവാളികളെയും തോന്നിവാസികളെയും അന്നങ്ങേക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു പറയുകയാണ്, അവര് പറയുന്നു, മാലിഹാദൽ കിതാബ്, എന്തൊരു ഗ്രന്ഥമാണിത്, മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതോ വലുതോ ആയ ഒരു തെറ്റും ഇത് വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, ഒഴിവാക്കി കളഞ്ഞിട്ടില്ലല്ലോ. ഇല്ലാ അഹ്സാഹാ, അത് കൃത്യമായി എണ്ണാതെ, അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താതെ, കൗമാരത്തിന്റെ ചാബല്യത്തിൽ എപ്പോഴോ ചെയ്തു പോയൊരു കർമ്മം നമ്മുടെ ഓർമ്മയുടെ നിഘണ്ടുവിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ സ്മരണമണ്ഡലത്തിൽ നിന്ന് എപ്പോഴോ അത് അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ അള്ളാന്റെ കിതാബിൽ അത് ഇല്ലാതെയാവുകയില്ല. ലൈവായിക്കൊണ്ട്, കൃത്യമായി കൊണ്ട് നിന്റെ കർമ്മങ്ങളെ അവിടെ കാണാൻ പറ്റുന്നതാണ്. അണുമണി തൂക്കം നന്മാരാണോ ചെയ്തത്, അത് അവനവിടെ കാണുന്നതാണ്. അണുമണി തൂക്കം തിന്മ ചെയ്തവനാരാണോ, ആ തിന്മയും അവനവിടെ കൃത്യമായി കാണുന്നതാണ്. ഒരക്ഷരം പോലും നിങ്ങൾക്ക് ഉരിയാടാൻ കഴിയില്ല, ഒരു വാക്ക് പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. റഖീബിന്റെയും അതീദിന്റെയും കൈകൾ കൊണ്ടത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കാതെ ഒരക്ഷരം പോലും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്ന് പടച്ച റബ്ബ് വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളുടെ മുക്കുമൂലകൾ അരിച്ചു പെറുക്കി എഴുതപ്പെട്ട ആ കിതാബുണ്ടല്ലോ, രണ്ട് വികാരങ്ങളാണ് മനുഷ്യർക്ക് ആ കിതാബുകൾ നൽകുക. ഒന്നാമത്തെ വികാരം എന്താണെന്ന് അല്ലാഹു സൂറത്തുൽ ഹാഖയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു.
فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية. വലത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടാൽ മാന്യമായ അല്ലാഹുവിന്റെ മലക്കുകൾ മുന്നിൽ വന്നു നിന്നുകൊണ്ട് പുഞ്ചിരിയോടെ നമ്മുടെ വലത് കൈയിലേക്ക് ആ ഗ്രന്ഥം നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഗ്രന്ഥം ഇങ്ങനെ മറിച്ചു നോക്കുമ്പോഴുണ്ടാകുന്ന വൈകാരികത എന്താണെന്ന് ഹാ എന്ന വാക്കിലൂടെ പരിശുദ്ധ ഖുർആൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഹാ എന്ന സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ, കൃതജ്ഞതയുടെ, സന്തോഷത്തിന്റെ നെടുവീർപ്പിലൂടെ അവരവന്റെ ചുറ്റിലുമുള്ള ആളുകളോട് പറയുകയാണ്, ഇഖ്റഊ കിതാബിയ, എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ, എന്റെ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഇന്നി ظننت أني ملاق حسابي, ഈ ദിവസത്തെക്കുറിച്ച് ഞാൻ മറന്നുപോയിട്ടില്ല, ഈ ദിവസത്തെക്കുറിച്ച് ഞാൻ വിസ്മരിച്ചു കളഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും നിഖില മണ്ഡലങ്ങളിലും ഈ ദിവസത്തെക്കുറിച്ചുള്ള പേടി പ്രതിഫലിച്ച് കാണാമായിരുന്നു. ഇന്നി ظننت أني ملاق حسابي فهو في عيشة راضية, സംതൃപ്തമായ ജീവിതത്തിലായിരിക്കും അവൻ. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗ്ഗത്തിലേക്കായിരിക്കും അവന്റെ മടക്കം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ. ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവർ, പിറകുവശത്തുകൂടി പിറകിലൂടെ ഇടത് കൈയിലേക്ക് ഗ്രന്ഥം നൽകപ്പെട്ടവർ ആ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് പറയുകയാണ്, യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനതിൽ ഖാദിയ. ഈ ശകുനത്തിന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഈ നാശത്തിന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ മരണത്തോടെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഓരോ തെറ്റും ഞാൻ ചെയ്യുമ്പോ, ഓരോ വൃത്തികേടും ഞാൻ ചെയ്യുമ്പോ, ഓരോ വേണ്ടാധീനവും ഞാൻ ചെയ്യുമ്പോ, എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ മരണം വരെ മാത്രമേ ജീവിതമുള്ളൂ, മരണത്തോടെ എല്ലാം അവസാനിക്കുകയാണ്, വിചാരണയില്ല, വിചാരണയുടെ കോടതിയില്ല, സ്വർഗമില്ല, നരകമില്ല, ഖബർ ജീവിതമില്ലെന്ന് ഞാൻ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചതുപോലെ എന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ധനം എവിടെയാണ്, അതെനിക്ക് ഉപകാരപ്പെട്ടില്ല. ആ ധനമായിരുന്നു ഞാൻ ചേർത്ത് വെച്ചത്. പാവങ്ങളെ സംരക്ഷിക്കാതെ, ജീവിതത്തിൽ അരികവൽക്കരിക്കപ്പെട്ടു പോയ ആ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകാതെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ, ഞാനിങ്ങനെ അട്ടിയട്ടിയായി കൊണ്ടുവച്ച ബാങ്ക് ബാലൻസ് ആയും അല്ലാതെയും ഞാൻ സ്വരൂപിച്ചു വെച്ച എന്റെ സമ്പത്ത് എവിടെയാണ്? അതെനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ലല്ലോ, അതെനിക്ക് ഉപകരിക്കപ്പെട്ടിട്ടില്ലല്ലോ. എന്റെ അധികാരമാണ് എല്ലാമെന്ന് ഞാൻ ധരിച്ചിരുന്നു. ആ അധികാരത്തിന്റെ കോണിപ്പടികൾ കയറുന്നതിന് വേണ്ടി സകല ധാർമ്മികതകളും ഞാൻ ബലികഴിച്ചിരുന്നു, സകല മാനുഷിക മൂല്യങ്ങളും ഞാൻ ഇല്ലാതെയാക്കിയിരുന്നു. ഹലക അന്നീ സുൽത്താനിയ, എവിടെയാണ് എന്റെ അധികാരം? എവിടെയാണ് എന്റെ അനുയായികൾ? എവിടെയാണ് എന്റെ പ്രജകൾ? എവിടെയാണ് എന്റെ സ്വാധീനം? പ്രിയപ്പെട്ടവരെ, സമ്പത്തിനോ സ്വാധീനത്തിനോ തറവാടിത്തത്തിനോ ഒന്നും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത ആ ദിവസം കർമ്മത്തിന്റെ ഏടുകൾ ഓരോന്നായി മറിച്ചു നോക്കുമ്പോ, ആ കിതാബിന്റെ പേജുകൾ ഓരോന്നായി മറിച്ചു നോക്കുമ്പോ അവിടെ കാണാൻ കഴിയുന്നത് കർമ്മങ്ങൾ മുഴുവൻ റിയാ നിറഞ്ഞതാണ്. മലിനമായ കർമ്മങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഒന്നറിയുക പ്രിയപ്പെട്ടവരെ, നന്മക്ക് മാത്രമേ റിയാ സംഭവിക്കുകയുള്ളൂ, തിന്മക്ക് റിയാ സംഭവിക്കൂല. തിന്മ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളത് പരമാവധി രഹസ്യമായി ചെയ്യാനാണ് ശ്രമിക്കുക. എന്നാൽ നന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ അപകടമാണ് റിയാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള, സംരംഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമായാലും, ഏത് നന്മയായാലും, ദീനിന്റെ മാർഗത്തിലുള്ള ഏത് പ്രവർത്തനമായാലും, ഏത് പ്രബോധന വീതിയിലുള്ള കഷ്ടപ്പാടുകളായാലും പ്രയാസങ്ങളായാലും നമ്മുടെ ഉദ്ദേശം ഉണ്ടാകേണ്ടത് നാളെ കർമ്മത്തിന്റെ കിതാബ്, ആ കർമ്മത്തിന്റെ ഏടുകൾ കയ്യിൽ കിട്ടുന്ന സമയം സന്തോഷമുണ്ടാകുന്ന വാക്കുകൾ അതിലൂടെ കേൾക്കാൻ സാധിക്കേണ്ടതുണ്ട്, അതിൽ കാണാൻ സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഹാ എന്ന നെടുവീർപ്പ്, ആശ്വാസത്തിന്റെ നെടുവീർപ്പ് ആ കർമ്മത്തിന്റെ കിതാബ് വായിക്കുന്നതിലൂടെ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കഷ്ടപ്പെടുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നാം ഈ കാണുന്ന അധ്വാനങ്ങൾ മുഴുവൻ നടത്തുന്നത് എന്ന് നാം മനസ്സിലാക്കുക. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിന് വേണ്ടി പരസ്പരം കിടമത്സരങ്ങൾ നടത്തുന്നവർ കിടമത്സരം നടത്തട്ടെ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത്. എത്ര സുന്ദരമാണ് ആയത്ത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
എത്ര സുന്ദരമാണ്. എത്ര വർഷം ഞാൻ അധ്വാനിച്ചാലും എത്ര വർഷം ഞാൻ കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാടുകൾക്ക് നിങ്ങൾ ആരും ഒരു അംഗീകാരം തന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് അംഗീകാരം തരേണ്ടവൻ എൻ്റെ റബ്ബാണ്, എന്നെ അംഗീകരിക്കേണ്ടവൻ, എന്നെ ചേർത്ത് പിടിക്കേണ്ടവൻ എൻ്റെ റബ്ബാണ് എന്ന തോന്നലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പിരിയുന്നത് വരെ അവൻ്റെ പ്രവർത്തനത്തിന് മങ്ങലുണ്ടാവില്ല, അവൻ്റെ ഡെഡിക്കേഷൻ ഒരു കുറവുണ്ടാവില്ല. അവൻ എല്ലാ കാലവും ആ പ്രവർത്തനത്തിലും ആ സന്നദ്ധതയിലും ആ സമർപ്പണത്തിലും അവൻ നിലനിൽക്കും. അതല്ല, കർമ്മമണ്ഡലങ്ങളിൽ മുന്നേറുമ്പോൾ ഇടത്തും വലത്തും കണ്ണുകളുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ശ്രദ്ധ പിടിച്ചു പറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരെങ്കിലും അംഗീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മനുഷ്യരെടുന്നത് കിട്ടൂല, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. അങ്ങനെ എത്രയോ മനുഷ്യന്മാരുണ്ട്. അല്ലാഹു അവൻ നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. കർമ്മങ്ങൾ ആത്മാർത്ഥമായി മുഖ്ലിസായി അള്ളാഹുവിലേക്ക് മാത്രം തിരിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റഹ്മത്തുള്ളവരാകുക, കരുണയുള്ളവരാകുക. ഓരോ കണ്ണ് കാണാത്തവനും ഓരോ അന്ധനും കണ്ണ് കാണുന്നവർക്കുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ഓരോ സംസാരിക്കാൻ കഴിയാത്ത ഊമയും സംസാരിക്കാൻ കഴിയുന്ന മനുഷ്യർക്കുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ഓരോ രോഗിയും ആരോഗ്യമുള്ളവർക്കുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ഓരോ ദരിദ്രനും ധനികർക്കുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. ഓരോ പാമരനും പണ്ഡിതന്മാർക്കുള്ള പരീക്ഷണമാണെന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ പരീക്ഷണം നൽകിയത് നമ്മെ കൂടി പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നമുക്കറിയാം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് അള്ളാന്റെ റസൂൽ അവതരിപ്പിക്കപ്പെട്ടത്. ആ പ്രവാചകന്റെ ഉമ്മത്തിലെ അണികളായ നമ്മൾ റഹ്മത്തുള്ളവരാവണം. പ്രിയപ്പെട്ടവരെ, കാരുണ്യമുള്ളവരാവണം. സുഖമില്ലാത്ത ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് പിടയണം, നമ്മുടെ കണ്ണ് നിറയണം. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നമ്മുടേതല്ലാത്ത, നാമുമായി ഒരു ബന്ധവുമില്ലാത്ത, നമുക്കൊരു പരിചയവുമില്ലാത്ത കുട്ടികൾ പട്ടിണി കിടക്കുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന നമുക്കുണ്ടാവണം, ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രയാസം നമുക്കുണ്ടാവണം. നമ്മുടെ കണ്ണുകൾ നിറയണം. അള്ളാഹുവിനോട് നാം കാവലിനെ തേടണം. അള്ളാഹുവേ, കരയാത്ത കണ്ണുകൾ നീ എനിക്ക് നൽകില്ല റബ്ബേ, ഇളകാത്ത മനസ്സ് നീ എനിക്ക് നൽകില്ല റബ്ബേ എന്ന് ആവർത്തിച്ച് അള്ളാഹുവിനോട് നാം തേടിക്കൊണ്ടേയിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം സംരംഭങ്ങളെ ഏറ്റവും നന്നായി വിജയിപ്പിക്കുമാറാകട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതിന്റെ ചാലക ശക്തികളായി വർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കരങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. അവർക്ക് അല്ലാഹുവിന്റെ സഹായം വേണ്ടുവോളം ലഭിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ മക്കൾ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ പല ഭാഗത്തും ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വലിയ വിപ്ലവങ്ങൾ, ഞാൻ പേരോർക്കുന്നില്ല. പാശ്ചാത്യ രാജ്യത്ത് ഇതുപോലെ ഓട്ടിസം ബാധിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വട്ടം ഒരു സിറ്റി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പട്ടണം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ മെമ്മറിയിൽ നിന്നെടുത്തിട്ട് ആ സിറ്റി സ്കേപ്പ് മുഴുവൻ വരക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഓരോ ജനലുകളടക്കം, ആ സിറ്റിയിലുള്ള ഓരോ ജനലുകളടക്കം, വാതിലുകളടക്കം, കെട്ടിടങ്ങളടക്കം, ആ സിറ്റി സ്കേപ്പ് മുഴുവൻ മെമ്മറിയിൽ നിന്നെടുത്തിട്ട് വരക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അത്തരം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് പല ഗിഫ്റ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ടാവും. അത്തരം മെന്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികൾക്ക് പല ഗിഫ്റ്റുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടാവും. ഈ സ്ഥാപനത്തിന് അത്തരം ഗിഫ്റ്റുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അതിനുള്ള ആ ഒരു ബുദ്ധിയും ആ ഒരു സന്നദ്ധതയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.